കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർന്നുള്ള സമയത്തെ തിരുവചന ധ്യാനത്തിന് ആധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ 36-ാം സങ്കീർത്തനത്തിലെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഈ വേദഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, കർത്താവിൻ്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട ദീർഘവർഷം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദാവീദ് രാജാവ്, ദൈവത്തിൻ്റെ ദയ ആസ്വദിച്ച ദൈവദാസൻ വളരെ നന്ദിയോടെ സമർപ്പണത്തോടെ പറയുകയാണ്, ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! കാരണം അദ്ദേഹം വിശ്വാസ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും സ്നേഹവും കരുണയൊക്കെ അനുഭവിച്ചറിഞ്ഞു. ഇത് ദാവീദ് രാജാവ് മാത്രമല്ല, ആരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, വീണ്ടും ജനിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ ദൈവമക്കളും ദൈവത്തിൻ്റെ ദയ ആസ്വദിച്ചിട്ടുള്ളവരാണ്. കാരണം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാലാണ്, ദൈവത്തിൻ്റെ ദയയാലാണ്. 103-ാം സങ്കീർത്തനത്തിലെ 11-12 വാക്യങ്ങൾ. ദൈവമേ, നിന്റെ ദയ ആകാശത്തോളവും വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ ഞങ്ങളുടെ ലംഘനങ്ങൾ ഞങ്ങളോട് അകറ്റിയിരിക്കുന്നു. അപ്പം നമ്മുടെ ലംഘനം ക്ഷമിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പം നിമിത്തമാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ ദയയാലാണ്, കൃപയാലാണ് വീണ്ടും ജനിച്ചത്. അങ്ങനെ വീണ്ടും ജനിച്ചവർ ദൈവത്തിൻ്റെ ദയ ആസ്വദിക്കണമെന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട എല്ലാവരും, വീണ്ടും ജനിച്ച എല്ലാവരും ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ ദയ ആസ്വദിക്കണം, രുചിച്ചറിയണം. എങ്ങനെയാ കർത്താവിൻ്റെ ദയ, വിശ്വസ്തത, കരുണയൊക്കെ അനുഭവിച്ചറിയുന്നത്? അതിന് പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ, ആരാധനയിലൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ പ്രാരംഭ വാക്യങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. എങ്ങനെയാ? ശ്രദ്ധിച്ചു നോക്കണം. എത്ര നേരം നോക്കണം? കൃപ ചെയ്യുവോളോ നോക്കണം. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ നമ്മുടെ കണ്ണ് ആരാധനയിലൂടെ, വചനധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. അങ്ങനെ നോക്കിയാൽ എന്തെല്ലാം ലഭിക്കും? 1, 63-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ വാക്യം. ദൈവമേ, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു എന്ന് പറഞ്ഞാൽ, വീണ്ടും ജനിച്ച ദൈവമക്കൾക്കറിയാം, ആത്മീയമായിട്ട് മരിച്ച നമുക്ക് ജീവൻ ലഭിച്ചത് ദൈവത്തിൻ്റെ ദയയാലാണ്. അപ്പോൾ സന്തോഷത്തോടെ പറയും, ദൈവമേ, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. സമർപ്പണമുള്ള ജീവിതത്തിന് ഉടമസ്ഥരായിത്തീരും. രണ്ടാമതായിട്ട് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് ലഭിക്കുന്നത് കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യമാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം, യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവദേശത്തിൻ്റെ പരിജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിളങ്ങേണ്ടതിന്. അപ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള, എന്ന് പറഞ്ഞാൽ ആളത്വത്തിലുള്ള ദൈവദേശത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ഹൃദയം നിറയും. അപ്പോൾ അവർ ദൈവ തേജസ്സിന്മേൽ തേജസ്സിലേക്ക് യാത്ര ചെയ്യും. അതാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നാം ദൈവ തേജസ്സിലേക്ക് നടത്തപ്പെടുമെന്നാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തും. അങ്ങനെ നടത്തപ്പെടുന്നവർ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യം. നാം ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്
അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടും. ഈ ലോക മനുഷ്യർ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ, ദൈവമായിട്ട് ബന്ധപ്പെടാത്തവർ നാശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അപ്പോൾ എപ്പോഴും ജയോത്സവത്തിന്റെ ജീവിതത്തിന് ഉടമസ്ഥരായിത്തീരും. ഈ മൂന്നാമതായിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്കോ റോമാലേഖനം 5-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം, ദൈവസ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പൊ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിൽ പകർന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകും. കാരണം വീണ്ടും ജനിച്ച എല്ലാവരും പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യം, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം. അപ്പോൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവസ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കും. എന്താ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത? ഈ സ്നേഹത്തിന് മൂവശമില്ല. എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും. രണ്ടാമത്, ഈ സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കും, ദയ കാണിക്കും. കുടുംബജീവിതം ധന്യമായി തീരും. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ദീർഘമായി ക്ഷമിക്കുമ്പോൾ, എപ്പോഴും ദയയോടെ ഏർപ്പെടുമ്പോൾ ആ കുടുംബജീവിതം വളരെ അനുഗ്രഹിക്കപ്പെടും. സഭയിൽ കൂട്ടു സഹോദരങ്ങളോട് ദീർഘമായിട്ട് ക്ഷമിക്കുമ്പോൾ, ദയ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും സഭാജീവിതം അനുഗ്രഹിക്കപ്പെടും. സമൂഹ ജീവിതം അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരോട് നമ്മൾ ദീർഘമായി ക്ഷമിക്കുമ്പോൾ, ദയ കാണിക്കുമ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മളൊരു അനുഗ്രഹ വിഷയമായി തീരും. ഇനി നാലാമതായിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്കോ ഇവിടെ എഴുതിയിരിക്കുന്നത് 36-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം, ഇതിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിക്കും. ദൈവാലയത്തിലെ പുഷ്ടി അനുഭവിക്കും. ഇന്ന് ഏതാണ് ദൈവാലയം? പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്നതിനെയാണ് വേദപുസ്തകം ദൈവാലയം എന്ന് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. അപ്പൊ ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്ന ദൈവാലയമാണ്. ആ ദൈവാലയത്തിൽ ഒന്നിച്ചുകൂടി ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധിപദേശിച്ച് പ്രബോധിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാണന് മജ്ജയും മേൽസും കൊണ്ട് എന്നപോലെ തൃപ്തി വന്ന് നാം സന്തോഷം കൊണ്ട് ഹൃദയം നിറയും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിക്കും. മാത്രമല്ല 36-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച്, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവസന്നിധിയിലെ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം കൊണ്ട് ഹൃദയം നിറയും. അപ്പോൾ ഒന്നിച്ച് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കും. വരുവീ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനത്തോടെ അവിടുത്തെ സ്തുതിക്കുക. യഹോവ മഹാദൈവമല്ലോ, സകലദേവന്മാർക്ക് ഇതേ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കരങ്ങളിലാണ്, പർവ്വതങ്ങൾ ശിഖരങ്ങളും അവിടത്തേക്കുള്ളതാണ്. ആ സന്തോഷത്തിന്റെ പരിപൂർണത കൊണ്ട് ഹൃദയം നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും, നാം അനുഗ്രഹിക്കപ്പെടും. ഇനി ആറാമതായിട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് 9-ാമത്തെ വാക്യം, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ആത്മീയ ജീവൻ പ്രാപിച്ചവരാണ് അല്ലെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എല്ലാവർക്കും ആത്മീയ ജീവൻ ലഭിച്ചു. എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ജീവൻ മാത്രമല്ല, ജീവന്റെ സമൃദ്ധി ലഭിക്കും. ഏത് പ്രതിസന്ധികളെയും ശാന്തഗംഭീരമായി നേരിടാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, ജീവന്റെ ശക്തി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തതായിട്ടോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. എന്ന് പറഞ്ഞാൽ ആത്മീയ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നടക്കുന്ന, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപനാകുന്ന പുത്രനെ രാജ്യത്തിലാക്കി തീർത്ത ആ ദൈവരാജ്യത്തിലെ സന്തോഷം കൊണ്ട് ഹൃദയം നിറയും. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ഇങ്ങനെ പാടിയത്, ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദനദി അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഈ കർത്താവിന്റെ സന്നിധിക്കാം, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആ കർത്താവിന്റെ ദയ,
കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ വിശ്വസ്തത അത് കൃപ ചെയ്യുവോളും, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു ലഭിക്കുവോളും കർത്താവിൻ്റെ മുഖത്തേക്ക് ആരാധനയോടെ, പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ നോക്കിക്കൊണ്ടിരിക്കാം. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.